Now I realize why the web development projects are taking such a long time to complete. എത്രമാത്രം ലോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റ് ഏകദേശം 1.5 വർഷമായിട്ടും റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഉണ്ട്, പക്ഷേ ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റായിട്ട് എനിക്കിതുവരെ തോന്നാത്തതുകൊണ്ട് ഞാൻ റിലീസ് ചെയ്യാൻ വെച്ചേക്കാണ്. പക്ഷേ ഞാൻ രണ്ടാമത്തെ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 3 weeks with 2 hours a day എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 42 hours കൊണ്ട് നമുക്കൊരു വെബ് പ്രോജക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു CI/CD പൈപ്പ്ലൈൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലൗഡ് സെറ്റപ്പ് വിത്ത് Ansible കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് CI/CD പൈപ്പ്ലൈൻ വിത്ത് എ ക്ലൗഡ് ഫോർമേഷൻ DNS സെറ്റപ്പ്, ഇത്രയും ഞാൻ ചെയ്തെടുത്തത് ഏകദേശം 12 മണിക്കൂർ. നിങ്ങൾ എൻ്റെ പ്രീവിയസ് പോസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. 12 hours 39 വർക്ക് ഫ്ലോ റൺസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്, അനദർ വൺ ഈസ് എന്താണ് ഡെവോപ്സിൻ്റെ ടാസ്കുകളും ക്വാളിറ്റീസും എന്തൊക്കെയാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഈ മൗസ് തന്നെ നമ്മളതിൻ്റെ ഫൈനൽ വേർഷൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതൊരു റിലീസ് വേർഷനാണ്. പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക സ്ട്രക്ചറൊന്നും കാണത്തില്ല, ജസ്റ്റ് ഈ സ്ക്രോൾ ബാർസും ഒന്നും കാണത്തൊന്നുമില്ല. ചിലപ്പോൾ അതിനകത്ത് ജസ്റ്റ് റാൻഡം ഹാർഡ്വെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് മുഴുവൻ നോട്ട് ചെയ്തിട്ട് വരും, എഴുതി വെക്കേണ്ടി വരും. പക്ഷേ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവർ മുഴുവൻ കൺസൈസ് ചെയ്തുകൊണ്ട് എല്ലാം കൂടെ അബ്സ്ട്രാക്ട് ചെയ്യാന്ന് പറയും. അപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് പറയുന്നത് അബ്സ്ട്രാക്ഷൻ. എല്ലാം കൂടെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് യൂസർക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ ചെയ്ത പ്രൊസീജിയർ ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല, അത് എഴുതി വെക്കേണ്ട കാര്യമില്ല. അത് അവർക്ക് ഇനി വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട് ചെയ്യാം. പക്ഷേ ഡെവലപ്പർക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് മൗസ് എന്താണ്, മൗസിനകത്ത് ബട്ടൺസ് എന്തൊക്കെയാണ്, അതിനകത്ത് എങ്ങനെ ഉപയോഗിക്കണം, ജസ്റ്റ് അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എന്നതുപോലെ തന്നെയാണ് പറഞ്ഞ വെബ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും. ഡെവലപ്പർ വർക്ക് ചെയ്യുന്നത് ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിലായിരിക്കും. അവരുടെ ലോക്കൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് വിത്ത് പ്രൊഡക്ഷൻ പോലെ ആയിരിക്കത്തില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ മുഴുവൻ നോക്കുന്ന ഏതെങ്കിലും ബ്ലോഗ് വഴിയായിരിക്കും. ആ ബ്ലോഗ് ഫോളോ ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല എന്താണ് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് ബിഹൈൻഡ് ദ സീൻസ്. അപ്പം പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത എല്ലാ സ്റ്റെപ്സുകളും നോട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഗിറ്റിലേക്ക് പുഷ് ചെയ്യും.